എനിക്ക് ഭയങ്കര വിശപ്പ്. അപ്പോൾ ഞാൻ ഓർത്തു ഫ്രഷായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന്. എന്ത് കഴിക്കും എന്നാലോചിച്ചപ്പോൾ ദാ നിൽക്കണു ആപ്പിള്. എന്നാൽ പിന്നെ ഒരു ആപ്പിൾ പൊട്ടിച്ചങ്ങ് കഴിച്ചേക്കാം അല്ലേ. ഞാൻ ഈ വീഡിയോ വോയിസ് ഓവർ ചെയ്ത കേട്ടോ. ഈ സെയിം ഡയലോഗ് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തൊരു ഗാർഡനിൽ ഇങ്ങനെ 2 ആപ്പിൾ മരങ്ങൾ നിറയെ മുഴുത്ത ആപ്പിൾ. നമ്മുടെ നാട്ടിലെ മാങ്ങയും ചക്കയൊക്കെ കണ്ട് ശീലിച്ച് എനിക്ക് ഈ ആപ്പിളൊക്കെ കാണുമ്പോൾ ഭയങ്കര കൗതുകമാണ്. ഇപ്പോൾ 1.5 കൊല്ലമായെങ്കിൽ എൻ്റെ കൗതുകത്തിന് യാതൊരു കുഴപ്പമില്ല. അങ്ങനെ ഞാനൊരെണ്ണം പൊട്ടിച്ച് കഴിച്ചു നോക്കി. നല്ല ഫ്ലഷി ആയിട്ടുള്ള ആപ്പിളായിരുന്നു, പക്ഷെ ഭയങ്കര പുളി, കട്ടകാരം പുളിയായിരുന്നു. അത് വായി വെക്കാനേ പറ്റുന്നില്ല. എന്നിട്ടും എൻ്റെ ഒരു വിശപ്പിനും ആ ഒരു കൊതിക്കും ഞാനൊരു അര ആപ്പിൾ കഴിച്ചിട്ട് ബാക്കി ഞാൻ കളഞ്ഞു. പക്ഷെ എന്നാലും എനിക്ക് ആ മരം നിറയെ ആപ്പിൾ നിൽക്കുന്ന കണ്ടപ്പോൾ വെറുതെ കളയാൻ തോന്നിയില്ല. എന്തെങ്കിലും ചെയ്യണമല്ലോ. എന്ത് ചെയ്യും എന്നാലോചിച്ചു. അപ്പം അച്ചാറിടാമെന്ന് കരുതി. എനിക്ക് എന്ത് സാധനം അച്ചാറിടാൻ കുറേ ഇഷ്ടമാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അവിടെ നിൽക്കുന്ന ലേഡിയോട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ, കുറച്ച് ആപ്പിൾ പറിക്കാനാന്ന് പറഞ്ഞു. അവരെന്നെ ഹെൽപ്പ് ചെയ്തു. അപ്പം എന്നോട് ചോദിച്ചു എന്തോ ഉണ്ടാക്കാനാന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഞാനിതുകൊണ്ട് പിക്കിൾ ഉണ്ടാക്കും. അപ്പം അവർ പറഞ്ഞു അവർക്കും കൊടുക്കണമെന്ന്. ഓക്കെ എന്നുള്ള കണ്ടീഷനിൽ ഞാനങ്ങനെ ആപ്പിൾ പറിക്കാൻ കൂടി അവരെന്നെ ഹെൽപ്പ് ചെയ്തു. അവർ മറ്റേ തോട്ടി എടുക്കാൻ പോയ സമയത്ത് ഞാൻ തന്നെ അങ്ങ് പറിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അത്യാവശ്യം വേണ്ടതൊക്കെ കൈകൊണ്ട് തന്നെ പിച്ചിയെടുത്തു. നിറയുണ്ടായിരുന്നു, 2 മരത്തിലും നിറയുണ്ടായിരുന്നു. നല്ല പുളിയൻ ആപ്പിളല്ലേ, പച്ച ആപ്പിളും ആയിരുന്നു. അങ്ങനെ ഞാൻ കുറച്ചൊക്കെ അവിടെ നിന്ന് അങ്ങനെ പറിച്ചെടുത്തു. പക്ഷെ ഭയങ്കര ഒരു കൺവിൻസിങ് ആണ്. നമ്മൾ നമ്മുടെ കൈ കൊണ്ട് തന്നെ മരത്തിൽ നിന്ന് ആപ്പിൾ പറിച്ച്, നമ്മുടെ നാട്ടിൽ 150-200 രൂപയൊക്കെ കിലോ എടുത്ത് വാങ്ങിക്കുന്ന സാധനം നമ്മൾ കൈ കൊണ്ട് മരത്തിൽ നിന്ന് പറിച്ച് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഒരു കൗതുകം എനിക്കത് ഭയങ്കരമായിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ ഈ കൊതിയും മതിയും തീരുവോളം ഞാൻ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് ആപ്പിളൊക്കെ പറിച്ച് ഞാൻ വീട്ടിൽ വന്നു. എന്നിട്ട് ഞാനത് അരിഞ്ഞു. പച്ച ആപ്പിളാണെങ്കിലും കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് കറുത്തു പോയിട്ടോ. നമ്മുടെ നാട്ടിലെ എല്ലാ ആപ്പിളിൻ്റെ അതേ സ്വഭാവം. പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തു, നന്നായിട്ട് പൊളിച്ചു. ഞാനത് ഒരുപാട് അരിഞ്ഞിട്ടില്ല, ഒരുപാട് വലിയത് മാത്രം 2 കഷ്ണമാക്കി ഒന്ന് മുറിച്ചു. എന്നിട്ട് ഒരു 1-2 പച്ചമുളകും ഒരു 2 കുടം വെളുത്തുള്ളിയും കൂടെ പൊളിച്ചതും എണ്ണയിൽ കുറച്ച് കടുകൊക്കെ ഇട്ട് ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി എൻ്റെ അടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് തീ ഓഫ് ചെയ്തു. അതായത് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത ആപ്പിളിട്ട് കുറച്ച് കായപ്പൊടി വിനീഗർ വെച്ചു. സംഭവം സെറ്റ്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ പുറത്തൊരു പൊടിക്കൈ ആയിട്ട് ടേസ്റ്റ് ബാലൻസ് ആകാൻ വേണ്ടി കുറച്ച് പഞ്ചസാരയും കൂടെ തൂവി കൊടുത്തു. എന്നിട്ട് മിക്സ് ചെയ്തു. ഇപ്പോഴും എനിക്കിത് ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ അവർക്ക് കൊണ്ട് കൊടുത്തു. പിന്നെ ഞാൻ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ കൊടുത്തു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ ചോറിൻ്റെ കൂടെ കഴിക്കുന്നുണ്ട്. ഞാൻ 1-2 പേർക്ക് കൊടുത്തിട്ട് ട്രൈ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇവരാരും ഇത് ആപ്പിളാണെന്ന് കണ്ടുപിടിച്ചില്ല. എല്ലാവരും മാങ്ങയാന്നൊക്കെയാണ് പറഞ്ഞത്. ദിവസം കൂടുന്നതോറും ഇതിൻ്റെ പുളിയും കൂടിക്കൂടി വരികയാണ്. അങ്ങനെ എന്തായാലും മരത്തിൽ നിന്ന് പറിച്ച ആപ്പിൾ കൊണ്ട് ഫ്രഷായിട്ട് അച്ചാറിട്ട് ചോറിൻ്റെ കൂടെ കഴിച്ചപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പം അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ.